നിങ്ങൾക്കറിയാമോ ജോൺ മോറിസൺ എന്ന WWE താരത്തിന് എന്താണ് സംഭവിച്ചതെന്ന്? ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരമായിരുന്നു ജോൺ മോറിസൺ. കാരണം സ്റ്റൈലിഷ് ആയിട്ടുള്ള എൻട്രൻസ്, ഒരു കിടിലൻ സിനിമാ താരത്തെ വെല്ലുന്ന ലുക്ക്, ഹൈ ഫ്ലൈയിങ് മൂവ്സ് തുടങ്ങി എല്ലാ മെയിൻ ഇവൻ്റ് താരത്തിന് വേണ്ട എല്ലാം തികഞ്ഞ ഒരു റെസ്ലറായിരുന്നു അദ്ദേഹം. പക്ഷേ ജോൺ സിന, റാൻഡി ഓർട്ടനൊക്കെ പോലെ അവരുടെ ടോപ്പ് ടയറിലേക്ക് മോറിസന് കയറി വരാനുള്ള അവസരങ്ങൾ WWE കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. WWEയിൽ 2002 മുതലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ആദ്യ സമയത്ത് ജോണി നൈട്രോ എന്ന പേരായിരുന്നു. പിന്നീട് ജോൺ മോറിസൺ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതാണ് അദ്ദേഹത്തെ റെസ്ലിംഗ് ലോകത്ത് പ്രശസ്തനാക്കിയത്. ദ മിസ് ആയിട്ടുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയങ്ങളും കഥകളുമാണ് കൂടുതലും മോറിസന് WWE കരിയർ കിട്ടിയിട്ടുള്ളത്. 2011 അദ്ദേഹം കമ്പനി വിടാൻ തീരുമാനിച്ചത് കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്ന തീരുമാനത്തോടെ ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തെ നല്ല രീതിയിൽ WWE പരിഗണിക്കാൻ സാധ്യത കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും അദ്ദേഹം കമ്പനി വിടാൻ തീരുമാനിച്ചു. ചെറിയ രീതിയിലുള്ള ഇഞ്ചുറിയും കുറച്ചു കാലത്തേക്ക് ജോൺ മോറിസനെ റിംഗിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. 2020 സമയത്ത് തിരിച്ചു വന്നെങ്കിലും പഴയതുപോലെ തന്നെയായിരുന്നു കമ്പനി അദ്ദേഹത്തെ പരിഗണിച്ചത്. തുടർന്ന് 2011 സാമ്പത്തികമായി WWE വെട്ടിച്ചുരുക്കൽ നടത്തിയപ്പോൾ അവിടെയും പുറത്തേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം. 2011 കമ്പനി വിട്ടതിന് ശേഷം ലൂച്ച അണ്ടർഗ്രൗണ്ട്, ഇമ്പാക്റ്റ് റെസ്ലിംഗ് തുടങ്ങിയ രണ്ടാം നിര കമ്പനികളിൽ പോയി വേൾഡ് ചാമ്പ്യൻ ആകാനും മോറിസന് സാധിച്ചിട്ടുണ്ട്. WWEയിൽ ECW ടൈറ്റിലും ഇന്റർ കോണ്ടിനെന്റൽ ടൈറ്റിലും ടാഗ് ടീം ടൈറ്റിലിൻ്റെ കൂടെ വിജയിച്ചിട്ടുണ്ട് ജോൺ മോറിസൺ. നിങ്ങൾക്ക് പണ്ട് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.